ഓം ജയ് സായിറാം നമഃശിവായ. 16-ാം അധ്യായമാണ് ധനികന്റെ ബ്രഹ്മജ്ഞാനം. മഹാപ്രഭുവും ശാന്തി സ്വരൂപനും രാജാതിരാജനുമായ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആ രാജാതിരാജന്റെ വെൺചാമരങ്ങൾ ഭക്തിയും സഹജ സമാധിയുമാണ്. ശാന്തം, കരുണം എന്നീ ദണ്ടുകളാണ് അവിടുത്തെ സേവകർ ഏന്തിയിരിക്കുന്നത്. ഷഡ്രിപുക്കൾക്കും അവിടുത്തെ സമീപിക്കാനേ കഴിയില്ല. ഈ ഷഡ്രിപുക്കൾ എന്ന് പറയുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇത്തരം കാര്യങ്ങളാണ് ഷഡ്രിപുക്കൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഷഡ്രിപുക്കൾക്ക് ഭഗവാനെ സമീപിക്കാനേ കഴിയില്ല എന്ന് പറയാണ്. വേദങ്ങളും ഷഡ്ദർശനങ്ങളും പുരാണങ്ങളും അവിടുത്തെ സ്തുതിക്കുന്ന ശുദ്ധജ്ഞാനത്തിന്റെ തേജസ്സാണ് ആ ശിരസ്സിന് പുറകിൽ പ്രശോഭിക്കുന്നത്. ഈ ഷഡ്ദർശനങ്ങളാണ് ഭഗവാന്റെ ബാക്കിൽ പ്രഭാവലയമായിട്ട് കാണുന്നതെന്നാണ് പറയണത്. വൈരാഗ്യം, ഭക്തി, ശുദ്ധജ്ഞാനം, ശ്രദ്ധ, മനനം, അനുസന്ധാനം, ധ്യാനം, ബ്രഹ്മജ്ഞാനം എന്നിവയാണ് സായി മഹാരാജിന്റെ മന്ത്രിസത്തമന്മാർ. ഭഗവാന്റെ മന്ത്രിമാരായിട്ട് കാണുന്നത് ഇത്രയും കാര്യങ്ങളെയാണ്. വൈരാഗ്യം, ഭക്തി, ശുദ്ധജ്ഞാനം, ശ്രദ്ധ, മനനം, അനുസന്ധാനം, ധ്യാനം, ബ്രഹ്മജ്ഞാനം ഇവരെയാണ് ഭഗവാന്റെ മന്ത്രിമാരായിട്ട് കാണുന്നത്. വേദാന്തസാരമാണ് അവിടുത്തെ അമൃതമൊഴികൾ. സംസാര ജീവിതത്തെ ജ്ഞാനമാക്കുന്ന ഖഡ്ഗത്താൽ അരിഞ്ഞു താഴെയിടുന്ന അഗതികളുടെയും സാധുക്കളുടെയും രക്ഷക്കായി മാനവരൂപം പൂണ്ട മഹാപ്രഭു വന്ദനം. ഭഗവാനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ട് പറയുന്നതാണ് അതൊക്കെ. സായി എന്തും സ്വീകരിക്കും. ചെറുതോ വലുതോ അവിടത്തേക്ക് ഭേദമില്ല. ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല, എല്ലാം ഭഗവാൻ സ്വീകരിക്കും. പക്ഷേ ഭക്തൻ നൽകുന്നതിൽ അത് എന്തായാലും ഏതായാലും എത്രയായാലും അതിൽ ഭക്തിയോടെ പ്രേമത്തിന്റെ മുദ്ര വേണം. അല്ലാത്തത് എന്തും എത്രയേറെയാണെങ്കിലും അവിടുന്ന് അവഗണിച്ച് തള്ളുകയുള്ളൂ. ഭഗവാന് എന്ത് കൊടുക്കുകയാണെങ്കിലും അതിലെന്ത് വേണം? ഭക്തിയും പ്രേമവും ഉണ്ടാവണം എന്നർത്ഥം. ഇല്ലെങ്കിൽ ഭഗവാൻ അത് തിരസ്കരിക്കും, തള്ളിക്കളയും. അതിനാൽ ബാബയെ ഏറ്റവും എളിമയോടെ വിനയത്തോടെ സേവിക്കുക. ഭഗവാനെ നമ്മൾ മനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എളിമയോടെയും വിനയത്തോടെയും വേണമെന്നാണ് പറയണം. അതാണ് ശാന്തിയിലേക്കുള്ള സുഗമമായ പാത. സായീശ്വരനെ പോലുള്ള സദ്ഗുരുവിനെ എന്തിനോട് ഉപമിക്കും? ചിന്താമണിയോടും കൽപ്പവൃക്ഷത്തോടും കാമധേനുവിനോടും ഉപമിക്കാനാവില്ല. ഇതിനോടൊന്നും ഭഗവാനെ ഉപമിക്കാൻ പറ്റില്ല. ചിന്താമണി ഒരു രത്നമാണ്. അത് തൊടുന്നതെല്ലാം പൊന്നായി മാറും. പക്ഷേ അതിന് മറ്റൊരു ചിന്താമണിയെ സൃഷ്ടിക്കാനാവില്ല. എന്നാൽ സായീശ്വരന് അതിന് കഴിയും. കൽപ്പവൃക്ഷവും കാമധനുവും നാം ആവശ്യപ്പെടുന്നതേ നൽകൂ. സായീശ്വരനാകട്ടെ നമുക്ക് ആവശ്യമുള്ളതാണ് നൽകുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മെ പരമമായ ലക്ഷ്യത്തിലേക്ക്, ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഇതിലുപരി എന്തു വേണം നമുക്ക്? ഭഗവാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തിനാ ചിന്തിക്കണേ? വേറൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. പലരും പല കാര്യങ്ങൾക്കാണ് സായിനാഥനെ സമീപിക്കാറ്. ചിലർക്ക് സന്താനം, ചിലർക്ക് ജോലി, ചിലർക്ക് ധനം, വിവാഹം എന്നിങ്ങനെ. പക്ഷെ ജ്ഞാനം തേടി വരുന്നവർ വളരെ വളരെ വിരളം. ജ്ഞാനം വേണമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഭഗവാനെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ലേ, വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഭഗവാനെ കാണാൻ പോകുന്ന ആൾക്കാർ പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോണത്. പക്ഷേ ജ്ഞാനം വേണമെന്ന് പറയുന്ന ആൾക്കാർ വളരെ ദുർലഭമാണെന്ന് പറയണം. ഒരിക്കൽ വളരെ ധനികനായ ഒരാൾ സായി സന്നിധിയിലെത്തി. ഭൗതികമായി ഒന്നിൻ്റെയും കുറവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ധനികൻ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ഏറെ കേട്ടിരിക്കുന്നു. അത് നൽകുവാൻ ശക്തിയുള്ളവനാണ് ബാബ എന്നും മനസ്സിലാക്കി. ഇനി അതും കൂടി ലഭിച്ചാൽ തനിക്ക് എല്ലാം പൂർണ്ണമായല്ലോ എന്ന ചിന്തയായി ധനികന്. ധനികൻ തന്റെ അഭിലാഷം ഒരു സുഹൃത്തിനോട് പറഞ്ഞു. പക്ഷേ സുഹൃത്ത് പ്രതികരിച്ചത് വേറൊരു രൂപത്തിലായിരുന്നു.
ബ്രഹ്മജ്ഞാനം കിട്ടുക അത്ര എളുപ്പമായ കാര്യമല്ല. താങ്കളെപ്പോലെ ധനം, പത്നി, വിഷയസുഖങ്ങൾ എന്നിവയിൽ അത്യാസക്തി ഉള്ളവർക്ക് ബ്രഹ്മജ്ഞാനം വെളിപ്പെടുക അത്യന്തം ദുഷ്കരമാണ്. ആ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് ഈ സുഹൃത്ത് പറയുകയാണ്. ധനികൻ സ്നേഹിതന്റെ വാക്കുകൾ വകവെച്ചില്ല. അയാൾ കൂട്ടുകാരൻ പറഞ്ഞൊന്നും അയാൾ വകവയ്ക്കാൻ പോയില്ല. അദ്ദേഹം ഷൃദ്ധിയിലേക്ക് പുറപ്പെട്ടു. കാരണം ഭഗവാൻ എല്ലാം കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇനി ആ ജ്ഞാനം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ് അയാൾ. മസ്ജിദിലെത്തി സായി പാദങ്ങളിൽ ശിരസ് സ്പർശിച്ചുകൊണ്ട് ബാബയോട് പറഞ്ഞു, ബാബ, എനിക്ക് ബ്രഹ്മത്തെ അറിയണം. ആ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ. ഇനി ബാക്കി അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടെന്ന് പറയണം ഭഗവാനോട്. ഷിർദിയിലെ ബാബ ഉടനടി ബ്രഹ്മദർശനം അനുഭവപ്പെടുത്തി കൊടുക്കുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും ദൂരെ നിന്ന് ഞാൻ വന്നതും അതുകൊണ്ട് തന്നെ. ബ്രഹ്മദർശനം ഉണ്ടായാൽ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് നേട്ടമായി, അല്ലെങ്കിൽ എല്ലാം പാഴ്ചലവായി മാറും. ഭഗവാനോട് അതൊക്കെ പറയണേ. യാത്ര ചെയ്ത് ഞാൻ അത്രമാത്രം ക്ഷീണിതനായിരിക്കുന്നു. എനിക്ക് വേഗം തരൂ ബ്രഹ്മജ്ഞാനം എന്ന് ഭഗവാനോട് പറയുകയാണ് ഇയാൾ. ധനികന്റെ വാക്കുകേട്ട് ബ്രഹ്മജ്ഞാനിയായ ബാബ ഗൂഢമായി മന്ദഹസിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ. എന്നിട്ട് ബാബ പറഞ്ഞു, ഇവിടം കടം പറയുന്ന പതിവേ ഇല്ല, എല്ലാം റൊക്കത്തിലാണ്. ഞാൻ ബ്രഹ്മത്തെ കാണിച്ചു തരാം. മാത്രമല്ല ഇവിടെ വരുന്നവരിൽ ഏറെ പേരും ധനം, ജോലി, പദവി, വിവാഹം, രോഗശമനം, ആരോഗ്യം, കീർത്തി എന്നീ ലൗകികമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത്. താങ്കളെപ്പോലെ ബ്രഹ്മജിജ്ഞാസയുള്ളവർ അത്യപൂർവം. എനിക്ക് വലിയ സന്തോഷമായി. ബ്രഹ്മാന്വേഷികളെ കണ്ടെത്തുന്നത് തന്നെ പുണ്യകരമാണ്. സൂര്യനും ചന്ദ്രനും കൃത്യമായി ഉദയാസ്തമയ സമയങ്ങളിൽ ഏർപ്പെടുന്നത് ആ ബ്രഹ്മത്തെ ഭയന്നാണ്. അതുകൊണ്ട് വിവേകിയായവൻ ശരീരം നശിക്കും മുമ്പേ ബ്രഹ്മത്തെ നേടുന്നു. അതിനു കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് ഉഴലേണ്ടി വരും. സായീശ്വരൻ തുടർന്നരുളി, ഞാൻ ഇപ്പോൾ തന്നെ ബ്രഹ്മത്തെ കാണിച്ചു തരാം. ഭഗവാൻ അയാളോട് പറയണേ, ഞാൻ ഇപ്പം തന്നെ ബ്രഹ്മത്തെ കാണിച്ചു തരാമെന്ന് പറയാണ്. ബാബ ധനികനെ അവിടെ ഇരുത്തി. ധനികന്റെ ശ്രദ്ധ മാറ്റാനായി ബാബ ഒരു കുട്ടിയെ വിളിച്ചു പറഞ്ഞു, നീ വേഗം നന്ദു മാർവാടിയുടെ അടുത്തേക്ക് പോകൂ. അവിടെ ചെന്ന് ബാബയ്ക്ക് 5 രൂപ കടം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മാർവാടിയുടെ അടുത്ത് പോയിട്ട് ഒരു 5 രൂപ കടം മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു ബാബയ്ക്ക് വേണ്ടിയിട്ട്. കുട്ടി പോയി. പക്ഷേ അവൻ ഉടൻ തന്നെ മടങ്ങി വന്ന് നന്ദു മാർവാടിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. ബാബ ഉടൻ ബാലനോട് പലചരക്കടക്കാരൻ ബാലയെ കണ്ട് 5 രൂപ കടം വാങ്ങി വരാൻ നിർദ്ദേശിച്ചു. കുട്ടി പിന്നെയും പോയി. പണം കിട്ടാതെ മടങ്ങി വന്നു. പിന്നെയും 2-3 സ്ഥലത്ത് കൂടി ഇതേ ആവശ്യത്തിന് ബാബ അവനെ അയച്ചു. ഒരിടത്തു നിന്നും പണം കിട്ടിയില്ല. സത്യത്തിൽ നന്ദുവോ ബാലനോ ബാബ നിർദ്ദേശിച്ചവരാരും തന്നെ ഷിർദിയിലില്ല. സർവേശ്വരനായ ബാബയ്ക്ക് 5 രൂപയ്ക്ക് എന്തു വിഷമം? ഈ ചെയ്തതെല്ലാം ധനികനുള്ള പാഠമായിരുന്നു. അപ്പോൾ ഭഗവാൻ പരീക്ഷിക്കുകയായിരുന്നു ഈ ധനികനെ. എന്താണ്, ബ്രഹ്മജ്ഞാനം മേടിക്കാൻ വന്നിട്ടുള്ള ആളാണ് അയാൾ. അതിനുള്ള യോഗ്യത ഉണ്ടോന്ന് ഭഗവാൻ നോക്കിയതാണ്. അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കും ഒന്നും മനസ്സിലാവില്ല എന്നർത്ഥം. അതിഥിക്ക് വേണ്ടി ഗൃഹത്തിൽ ഒരുക്കുന്ന വിശിഷ്ടാഹാരം ഗൃഹത്തിലുള്ളവർക്കും ലഭിക്കുമല്ലോ. അതുപോലെ അതായത് ഷിർദിയിലുള്ള ആൾക്കാർക്ക് ഈ ഭഗവാൻ ഈ ധനികനെ കൊണ്ട് പല പാഠങ്ങളും പഠിപ്പിക്കുകയാണ്. ധനികന്റെ കീശയിൽ അപ്പോൾ 250-ലധികം രൂപ ഉള്ള വിവരം ബാബയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാളോട് ചോദിക്കാതെ കുട്ടിയെ കടം വാങ്ങാനായി പറഞ്ഞയച്ചത്. ബാബ പണത്തിന് ക്ലേശിക്കുന്നു. 5 രൂപ കടം കൊടുത്തേക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ. ഇങ്ങനെ പണത്തോട് ആർത്തിയുള്ള ഒരാൾക്ക് എങ്ങനെ ബ്രഹ്മത്തെ അറിയാനാകും? ഭഗവാന്റെ പരീക്ഷണം നോക്കൂ. എത്ര ഗംഭീരമായിട്ടാണ് ഭഗവാൻ വളരെ ഈ ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച് വന്ന ആളെ പരീക്ഷിക്കണേ. ഭഗവാൻ അറിയാം അയാളുടെ പോക്കറ്റിൽ 250 രൂപയിൽ നിന്ന്. നമ്മളൊക്കെ എന്താ ചെയ്യുക? ഒരാൾ വന്നിരിക്കുക, നമ്മളൊരു കുട്ടീനെ പറഞ്ഞേക്കുക, ഒരു 5 രൂപ വേണമെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഈ കാശ് കയ്യിലുള്ള ആളെന്ന് പറയും സാധാരണ ഇതിൽ, വെറുതെ കുട്ടീനെ അങ്ങോട്ട് നിന്ന് പറഞ്ഞേക്കണേ, പൈസ ഞാൻ തരാതല്ലേ പറയാം. പക്ഷെ അത്രയും പിശുക്കനാണ് ഈ ധനികനായിട്ടുള്ള ഈ ബ്രഹ്മജ്ഞാനം തേടി വന്നിട്ടുള്ള ആളെന്നർത്ഥം.
നിസ്സാരമായ ഒരു തുക, അതും കടമായിട്ടാണ് ചോദിക്കണം ഭഗവാൻ. അതിനുപോലും അദ്ദേഹത്തിന് ക്ലേശം. ത്യാഗം കൊണ്ടേ അമൃതത്വം ലഭിക്കൂ. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ ബ്രഹ്മജ്ഞാനം ലഭിക്കും? ഇങ്ങനെ ഒരു 5 രൂപയ്ക്ക് പിശിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം കിട്ടുക? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിധിയാണ് ബ്രഹ്മജ്ഞാനം. അതിനായി 5 രൂപ പോലും കൊടുക്കാൻ വയ്യാത്തയാൾക്ക് എങ്ങനെ അത് സ്വന്തമാക്കാനാകും? സായിയോട്, തൻ്റെ ഗുരുവിനോട് യഥാർത്ഥ ഭക്തിയുള്ള ഒരുവന് അവിടുന്ന് 5 രൂപയ്ക്ക് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് മൗനം പൂണ്ടിരിക്കാനാകും? അതിന് കഴിയുമോ? അത് സഹിക്കാനാകുമോ എന്നാണ് പറയണം. ഈ രംഗം അരങ്ങേറുമ്പോൾ മൗനമായിരിക്കാനുള്ള ക്ഷമ പോലും ധനികന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തിരിച്ചു പോകാനുള്ള തിടുക്കത്തിലായിരുന്നു. അക്ഷമയോടെ അദ്ദേഹം ആവശ്യപ്പെട്ടു, ബാബ, എനിക്ക് ഉടൻ തന്നെ ബ്രഹ്മജ്ഞാനം നൽകിയാലും ഞാൻ പോകട്ടെ. ബാബ ഈ 5 രൂപയ്ക്കൊക്കെ ആൾക്കാരൊക്കെ ഈ കുട്ടീനെ അങ്ങോട്ട് പറഞ്ഞിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇയാളെന്താ ചെയ്യണേ? എനിക്ക് വേഗം തരൂ, എനിക്ക് പോകണം, സമയമായി. ഇയാളിൽ 250 രൂപയിലധികം കയ്യിലുണ്ട്, എന്നിട്ട് വരെ കൊടുക്കാൻ തയ്യാറായില്ല. 5 രൂപ കൊടുക്കാൻ തയ്യാറായില്ല, അതും കടായിട്ട്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതാണ് ബ്രഹ്മത്തെ തേടുന്ന ഒരാളുടെ മനസ്സിന്റെ അവസ്ഥ. ധനികനോട് ബാബ പറഞ്ഞു, ഇതുവരെ നിനക്ക് ബ്രഹ്മജ്ഞാനം നൽകാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു, അത് മനസ്സിലായില്ലേ? ആ മഹത്തായ ജ്ഞാനം വെറുതെ ലഭിക്കില്ല. അതിനായി നീ നിന്നെ തന്നെ ഗുരുവിന് കൊടുക്കണം. അതായത് നിന്റെ സമസ്തവും, പഞ്ചപ്രാണനും, ഇന്ദ്രിയങ്ങളും, അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്നിവയും ഗുരുവിന് സമർപ്പിക്കണം എന്ന് പറയാണ്. പരിപൂർണ വിരക്തനും എന്തിലും ഏതിലും മനസ്സിലാകാത്തവനുമായ ഒരുവനെ ബ്രഹ്മജ്ഞാനം നേടാനാകൂ. ഉത്തമമായ ആധ്യാത്മിക സംസ്കാരമുള്ളയാൾ പെട്ടെന്ന് അത് നേടുന്നു. അല്ലാത്തവർ അതിനായി ശാസ്ത്രങ്ങൾ തെളിയിച്ച വഴിയിലൂടെ സാവധാനം മുന്നേറണം. എന്താണ് പറയണേ? പരിപൂർണ വിരക്തനും എന്തിലും ഏതിലും മനസ്സിലാകാത്തവനുമായ ഒരുവനെ ബ്രഹ്മജ്ഞാനം നേടാനാകൂ. ഉറച്ച മനസ്സ് വേണമെന്ന് പറയാണ്. എല്ലാത്തിലും വിരക്തി ഉണ്ടാവണം, അതായത് വൈരാഗ്യചിന്ത ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ബ്രഹ്മജ്ഞാനം നേടാനാകുക എന്ന് പറയണം. ഉത്തമമായ ആധ്യാത്മിക സംസ്കാരമുള്ളയാൾ പെട്ടെന്ന് അത് നേടുന്നു. ആധ്യാത്മികമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനത്തെ നമുക്ക് വേഗം നേടാനായിട്ട് സാധിക്കും. ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. ഇപ്പം നമ്മളുടെയൊക്കെ അവസ്ഥ ഇതാ, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടാലും വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ അവിടെ വെച്ച് മറന്നിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും പഴയ ആ സംസ്കാരം കാര്യങ്ങളും. നമുക്ക് എന്താ പറയുക, ക്ഷമ. ആർക്കാ ക്ഷമയുള്ള? ഒരാൾക്കും ക്ഷമയില്ല, സമാധാനമില്ല. എന്താ കാരണം? ഈ അറിവുണ്ടാവാനായിട്ട് നമ്മൾ പലതും രാമായണം, മഹാഭാരതമൊക്കെ കേൾക്കാൻ പോകും. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് മറക്കും. തിരിച്ചു വന്നിട്ട് വീട്ടിൽ പഴയ സ്വഭാവം തന്നെയായും. ക്ഷമയും ഇല്ല, ശാന്തിയും ഇല്ല, സമാധാനവും ഇല്ല, ഒന്നുമില്ല. അതാണ് അവസ്ഥ. ചിലർ പക്ഷിയെ പോലെ പറന്ന് പെട്ടെന്ന് ഈ ലക്ഷ്യത്തിലേക്ക് എത്തും. ചിലരാകട്ടെ പടിപടിയായി കയറി അവിടെ ചെല്ലും. പക്ഷേ ആധ്യാത്മിക ഭാവം ഒട്ടുമില്ലാത്ത ഒരാൾ ബ്രഹ്മജ്ഞാനത്തിന് ശ്രമിക്കുന്നതേ പാഴ്വേലയാണ്. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടത് സത്യത്തെയും മിഥ്യയെയും തമ്മിൽ തിരിച്ചറിയുവാനുള്ള ജ്ഞാനമാണ്. വേദാന്തം നിർദ്ദേശിച്ച ഈ ജ്ഞാനം എല്ലാവർക്കും സാധിക്കുമോ? തീവ്ര സാധന, ഗുരുകൃപ, ഇതുകൊണ്ടേ അതിന് സാധിക്കൂ. ഗുരുക്കന്മാരിങ്ങനെ പല കാര്യങ്ങളും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിലൊക്കെ നമ്മൾ ജയിക്കണം. എന്നാൽ മാത്രമാണ് തീവ്ര സാധനകൾ വേണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബ്രഹ്മജ്ഞാനത്തെ, ജ്ഞാനമാകുന്ന ബ്രഹ്മജ്ഞാനത്തെ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയണം, അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ആരാണ്? ഞാൻ സർവ്വവ്യാപിയായ ബ്രഹ്മമാകുന്നു. ഈ സത്യം എപ്പോൾ അനുഭവിക്കുവാൻ കഴിയുന്നുവോ ആ നിമിഷം മായ അകലും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ വേദവാക്യത്തെ നമ്മൾ എന്നാണോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ മായ നമ്മളിൽ നിന്ന് അകലും. പിന്നെ ഈ കാണുന്നതായ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മം തന്നെ എന്ന് എപ്പോഴാണോ ബോധ്യമാകുന്നത്, അതോടെ സകല വിഭ്രാന്തിയും നശിക്കും. ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്ക് സകല വിഭ്രാന്തിയും നശിക്കുന്നു പറയാണ്. ഇരുട്ടിൽ കയർ കണ്ടാൽ പാമ്പെന്ന് കരുതും. മുത്തുച്ചിപ്പിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വെള്ളി എന്ന് തോന്നും. പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ അത് പാമ്പും വെള്ളിയുമല്ല, കയറും മുത്തുച്ചിപ്പിയുമാണെന്ന് നമുക്ക് ബോധ്യമാവുന്നു.
അതോടെ അതുവരെ മനസ്സിലുണ്ടായിരുന്ന പാമ്പും വെള്ളിയും എന്നേക്കുമായി മാഞ്ഞുപോയി. ഇതിനാണ് മായ അകലുക എന്ന് വിവക്ഷിക്കുന്നത്. മായ അകലുക എന്ന് വിവക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ ഇരുട്ടിൽ നമ്മൾ തപ്പുക. ഇരുട്ടിൽ കാണുമ്പോൾ നമുക്ക് പാമ്പായിട്ടും അല്ലെങ്കിൽ വെള്ളിയായിട്ടൊക്കെ തോന്നും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മോക്ഷം ഉണ്ടാവും. ഈ മായ നമ്മളിൽ നിന്ന് അകന്നു പോകും. വിരക്തി ഉണ്ടാവണം. ജ്ഞാനവും മരണവും നമ്മെ എത്രയോ ജന്മങ്ങളായി പിന്തുടരുന്നു. ജനനവും മരണവും നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ജനിക്കും മരിക്കും, വീണ്ടും ജനിക്കും മരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്നും രക്ഷപ്പെടണ്ടേ? അതിനായി ആദ്യം വേണ്ടത് ഞാൻ കെട്ടുപാടിലാണ് എന്ന അറിവും എനിക്ക് സ്വതന്ത്രനാകണം എന്ന ആഗ്രഹവുമാണ് വേണ്ടത്. തികഞ്ഞ അജ്ഞാനിക്കും പരിപൂർണ ജ്ഞാനിക്കും ഇതിൻ്റെ ആവശ്യമില്ല. അജ്ഞാനിയായി കഴിഞ്ഞാൽ ഇതൊന്നിലും വിശ്വാസമില്ലാത്ത അവസ്ഥയായി. അയാൾക്കും ഇത് ആവശ്യമില്ല. പൂർണ്ണജ്ഞാനിക്കും ഇതിൻ്റെ ആവശ്യമില്ല. ശരീരത്തെ ആത്മാവായി നനയ്ക്കുകയും താനും ഇക്കാണുന്നതുമെല്ലാം വിഭിന്നമാണെന്ന് കരുതുകയും ചെയ്യരുത്. കാരണം ഈ ധാരണയോടെ എത്ര കഠിനമായി ശ്രമിച്ചാലും ആത്മജ്ഞാനം ലഭിക്കില്ല. എല്ലാം ഒന്നാണ്, എല്ലാം എന്നിൽ തന്നെയാണ് എന്ന് ധരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മജ്ഞാനത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. ആത്മജ്ഞാനത്തിനായി ഇന്ദ്രിയങ്ങളെ, നാവ് സംസാരം എന്ന് പറയാണ്, നിയന്ത്രിക്കുക, മനസ്സ് ദൃഢമാക്കുക, ബുദ്ധിയെ മുറുകെ പിടിക്കുക. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കേണ്ടത് ബുദ്ധിയായിരിക്കണം. മൺകുടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് കളിമണ്ണായിരുന്നു. അതായത് കുടത്തിന്റെ ഉറവിടം കളിമണ്ണാണെന്നർത്ഥം. കുടം ഉടഞ്ഞാലും കളിമണ്ണ് ശേഷിക്കും. അതുപോലെയാണ് ബുദ്ധിയും. ഇന്ദ്രിയങ്ങളിലും മനസ്സിലും എല്ലാം ഉള്ളത് ബുദ്ധി തന്നെ. ബുദ്ധിയാണ് പ്രധാനം എന്ന് പറയുകയാണ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈ ബുദ്ധിയെ സർവവ്യാപിയായ ഈശ്വരനുമായി ലയിപ്പിക്കണം. അതിനു കഴിഞ്ഞാൽ ആത്മസ്വരൂപം ബോധ്യമാകും. പിന്നെ മായ ബാധിക്കുകയില്ല. കയറിനെ പാമ്പായി തോന്നിയതും മരുഭൂമിയിലെ ഒരുപ്പച്ചയും എല്ലാം അപ്രത്യക്ഷമാകും. അതുകൊണ്ട് നിർഗുണമായ അജനായ നിത്യനായ ആത്മാവിനെയാണ് അറിയേണ്ടത്. എന്തിനും ഏതിനും ഒരു കാരണമുണ്ടാകും. എന്നാൽ ആത്മാവിന് ഒരു കാരണം ഇല്ല. അത് സ്വയം നിലനിൽക്കുന്നു. അത് അനാദിയും അതേസമയം എപ്പോഴും പുതുമയാർന്നതുമാണ്. ബുദ്ധി കൊണ്ട് അതിനെ പിടിക്കാനാവില്ല. കാരണം അത് ബുദ്ധിക്ക് അതീതമാണ് ആത്മാവ്. ഈ ആത്മാവിൻ്റെ ശബ്ദസ്വരൂപമാണ് ഓം, അതായത് പ്രണവം. നിത്യമായ ബ്രഹ്മത്തെ നിത്യം ധ്യാനിക്കുക, ആരാധിക്കുക. സമസ്ത വേദാന്ത സാരവും പ്രണവമാകുന്നു. ഈ ഓങ്കാരത്തെ ധ്യാനിക്കുക, സാക്ഷാത്കരിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഗുരുകൃപയുണ്ടെങ്കിൽ അത് വളരെ സുഗമമാകും. എന്തിനും ഗുരുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഗുരുവിൽ നിന്നുള്ള ശബ്ദം നമുക്ക് ഈ യാത്രയ്ക്ക് എപ്പോഴും, ജീവിതമാകുന്ന ഈ യാത്രയ്ക്ക് എപ്പോഴും ആവശ്യമാണെന്ന് പറയണം. താപത്രയത്താൽ വലയുന്ന ജീവന് ആ മഹാഭാഗ്യം നൽകുവാൻ കൃപാസാഗരങ്ങളായ ഋഷിമാർക്ക് കഴിയും. അപ്പോൾ ശാസ്ത്രവചനങ്ങളും ഋഷിശാസനകളും സത്യമെന്ന് സാധകന് ബോധ്യപ്പെടും. അതോടെ കർമ്മം ചെയ്യാനുള്ള വാസന ക്ഷയിക്കുകയായി. ഹൃദയത്തിൽ അജ്ഞാനം ഒഴിയും. മനം ബ്രഹ്മത്തിന്റെ നിർഗുണഭാവത്തിലേക്ക് ഉയരും. എന്താണ് ആത്മാവ്? അത് ചെറുതിനേക്കാൾ ഏറ്റവും ചെറുതും വലുതിനേക്കാൾ ഏറ്റവും വലുതുമാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ചെറുതിനേക്കാൾ ഏറ്റവും ചെറുതും വലുതിനേക്കാൾ ഏറ്റവും വലുതുമാണെന്ന്. പ്രകാശരശ്മിയേക്കാൾ സൂക്ഷ്മമായതിനേക്കാൾ സൂക്ഷ്മമാണ്. പ്രകാശരശ്മിയുടെ കണികനെക്കാട്ടിലും സൂക്ഷ്മമാണെന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ആത്മാവിനെ വാക്കുകളാൽ വെളിപ്പെടുത്താനാകില്ല. പിന്നെ ഈ പറയുന്നതെല്ലാം സൂചനകൾ മാത്രം. ആത്മാവിനെ ആരും കണ്ടിട്ടുമില്ല, ഇതിനെ മനസ്സിലാക്കാനും സാധിക്കില്ല. ഇതൊക്കെ ആത്മാവ് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറയാന്ന് മാത്രം, അത്രയേ ഉള്ളൂ. മനുഷ്യജന്മത്തിന്റെ പരമലക്ഷ്യം ഈ ബ്രഹ്മവുമായി ഏകീഭവിക്കുകയാണ്. ആത്മചിന്തയിൽ നിന്നും അകലുന്നവൻ വിഷയസുഖങ്ങളുടെ പടുവഴിയിൽ ചെന്നുപെടും. പക്ഷേ ഒരിക്കലും ആത്മാവിൽ ദൃഢമായി മനസ്സുറച്ചാൽ
ഒരിക്കലെങ്കിലും ആത്മാവിൽ ദൃഢമായി മനസ്സുറച്ചാൽ വിഷയസുഖങ്ങൾ നിസ്സാരമായി തോന്നും. അത് അവനിൽ നിന്ന് അകലുകയും ചെയ്യും. ഒരാഗ്രഹമില്ലാത്ത ഇഹപര ലോകങ്ങളിൽ നിന്നും ആഗ്രഹിക്കാത്ത ഒരുവനാണ് ആത്മസാക്ഷാത്കാരത്തിന് അർഹത നേടുക. ഈ ശരീരം നീർക്കുമിള പോലെയാണ്. ഇതിനെ താലോലിച്ച് സമയം കളയാതെ കിട്ടിയ സമയം കൊണ്ട് ആത്മാവിനെ അറിയാൻ യത്നിക്കുക. ആത്മാവിനെ അറിഞ്ഞവൻ നിർഭയനാണ്. എല്ലാം താനാണെന്ന് അറിയുന്നവന് എന്തു ദുഃഖം. നമ്മൾ ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതായത് അതിന് ആധ്യാത്മികമായിട്ടുള്ള ഒരു അടിത്തറ വേണം. അത് എവിടുന്നാ കിട്ടുക? അത് ഗുരുവിൽ നിന്നാ കിട്ടുക. എന്താണ് അവന് നേടാനുള്ളത്? ആരെയാണവൻ ഭയക്കുക? ഈ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അഹങ്കാരം ലേശമെങ്കിലും ഉണ്ടെങ്കിൽ, ആഗ്രഹം കണിക പോലും അവശേഷിക്കുന്നുവെങ്കിൽ അവനിൽ ബ്രഹ്മജ്ഞാനം ഉദിക്കില്ല. അഹങ്കാരം തീരെ പാടില്ല. അഹങ്കാരം പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ ഒഴിവാക്കണം. എന്നാൽ മാത്രമാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലോ അവന് ബ്രഹ്മജ്ഞാനം ഉദിക്കില്ല. അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നർത്ഥം. വിഷയസുഖങ്ങളെ പെരുപ്പിക്കുന്ന സ്മരണ ഉപേക്ഷിക്കൂ. അവയെ പ്രചോദിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കൂ. ആദ്യം ഹൃദയം ശുദ്ധമാകട്ടെ, ബുദ്ധി സൂക്ഷ്മവും തീക്ഷ്ണവുമാവട്ടെ. അപ്പോൾ ആത്മാവ് സ്വകൃപയാൽ സ്വയം വെളിപ്പെടുത്തും. ആത്മാവ് നിത്യൻ, ജന്മരഹിതൻ, മരണാതീതൻ. അതറിഞ്ഞവൻ സുഖി. അവനാണ് ധീരൻ, നിർഭയൻ, നിത്യമുക്തൻ. വേദേതിഹാസങ്ങളോ പാണ്ഡിത്യമോ വാചക കസരത്തോ ബ്രഹ്മത്തെ നേടിത്തരില്ല. വലിയ പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാൾക്ക് ഈ വക വിഷയസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഹ്മത്തെ അറിയാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ വാചക കസരത്ത് നമുക്ക് ഉണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറയാം. ഈശ്വരൻ ഉണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറയാം. അതിനൊക്കെ നമുക്ക് കാരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നർത്ഥം. വേദേതിഹാസങ്ങളോ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പാണ്ഡിത്യം, വാചക കസരത്ത് ബ്രഹ്മത്തെ നേടിത്തരില്ല എന്നർത്ഥം. ഇതൊന്നും ബ്രഹ്മത്തെ നേടിത്തരില്ല. ബ്രഹ്മജ്ഞാനത്തിനായുള്ള മോഹമല്ലാതെ മറ്റൊരു മോഹം ഇല്ലാതിരിക്കെ ആ അവസ്ഥയിൽ മാത്രമേ അത് അവൻ സ്വയം വെളിപ്പെടുത്തൂ. അതൊക്കെ മനസ്സിൽ ഇതൊക്കെ മാറ്റി നിർന്നെങ്കിൽ മാത്രമേ ആ ആത്മബോധം അല്ലെങ്കിൽ ആത്മജ്ഞാനം വെളിപ്പെടൂ എന്ന് പറയാം. പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായി ഗുരുപാദങ്ങളിൽ സ്വയം സമർപ്പിച്ചവനെ ഈ അറിവിന് യോഗ്യത നേടുന്നുള്ളൂ. ഇതൊക്കെ ഗുരുവിൽ നിന്ന് മാത്രമേ, ഗുരുപാദങ്ങളിൽ, അതായത് സായി പാദങ്ങളിൽ നമ്മൾ സമസ്തവും അർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മജ്ഞാനം നേടാനാകൂ എന്ന് പറയാണ്. ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ, പാടുമ്പോൾ, ആരാധന വേളയിൽ തന്നുള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവം ഉണ്ടാവണം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഭാവം ഉണ്ടാവണം. സമസ്ത ജീവരാശികളിലും ഈശ്വര ചൈതന്യമാണ് കുടികൊള്ളുന്നതെന്ന അറിവ് ആരുടെ മനസ്സിലാണോ ഉറച്ചിട്ടുള്ളത് അവനാണ് മഹാത്മാവ്. എന്തൊക്കെയായാലും എത്രയൊക്കെ പരിശ്രമിച്ചാലും സദ്ഗുരുകൃപയില്ലാതെ സാക്ഷാത്കാരം അസാധ്യം. ഗുരുകൃപയില്ലാതെ സാക്ഷാത്കാരം അസാധ്യമാണെന്ന് പറയണം. ധനതൃഷ്ണയുള്ളവന് ലോകാവസാനത്തിൽ പോലും ഈ ജ്ഞാനം ലഭിക്കില്ല. ഇത് പൈസയുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും ലഭിക്കില്ല എന്ന് പറയാണ്. വേദാന്തികൾ ഈ ബ്രഹ്മത്തെ സത്യം, ജ്ഞാനം, അനന്തം എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ സായീശ്വരന്റെ തൃച്ചയോടുകളിൽ നമസ്കരിക്കുന്നു, അവിടുന്ന് അനുഗ്രഹിക്കും പോലെ എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. അടുത്തത് 17-ാം അധ്യായമാണ്. ബ്രഹ്മജ്ഞാനത്തിൻ്റെ 2-ാം ഭാഗം പോലെ ആണ് അത് പറയുന്നത്. സായിറാം. നമഃ ശിവായ.